ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ആവേശം പകരുന്ന വാർത്തയാണ് തെലങ്കാനയിൽ നിന്നും വരുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചിട്ടുള്ള കൃത്രിമത്വങ്ങളെക്കുറിച്ച് രാജ്യം ആശങ്കപ്പെടുന്ന ഈ കാലത്ത് ബാലറ്റ് പേപ്പറിലൂടെ നടന്ന തെലങ്കാന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നു. ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, മറിച്ച് BJPയുടെ EVM അട്ടിമറികൾക്കും കൃത്രിമങ്ങൾക്കുമെതിരായിട്ടുള്ള ജനകീയ പ്രഹരം കൂടിയാണ്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് തെലങ്കാനയിൽ തങ്ങളുടെ ആധിപത്യം ബാലറ്റ് പേപ്പറിലൂടെ തെളിയിച്ചിരിക്കുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ കുതിപ്പ് വ്യക്തവും ആധികാരികവുമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തെ 116 മുനിസിപ്പാലിറ്റികളിലും 7 കോർപ്പറേഷനുകളിലുമായി നടന്ന പോരാട്ടത്തിൽ 3-ൽ 2 കോൺഗ്രസ് ആണ് സ്വന്തമാക്കിയത്. ആകെ 2996 വാർഡുകളിലായി നടന്ന തിരഞ്ഞെടുപ്പിൽ 1537 സീറ്റും കോൺഗ്രസ് നേടിയത് ഒറ്റയ്ക്കാണ്. 116 മുനിസിപ്പാലിറ്റികളിൽ 83 എണ്ണത്തിലും കോൺഗ്രസ് ഭരണം ഉറപ്പിച്ചത് ആധികാരികമായി കൂടിയാണ്. വോട്ട് വിഹിതത്തിലും കോൺഗ്രസ് ബഹുദൂരം മുന്നിലാണ്. 39.80% വോട്ടുകൾ നേടിയാണ് കോൺഗ്രസ് വെന്നിക്കുടി പാറിച്ചിരിക്കുന്നത്. അതേസമയം ഈ തിരഞ്ഞെടുപ്പ് ഫലം BJP കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ EVM ഉപയോഗിച്ചപ്പോൾ 34.9% വോട്ട് നേടിയ BJPക്ക് ബാലറ്റ് പേപ്പർ വന്നപ്പോൾ ലഭിച്ചത് വെറും 15.68% വോട്ട് മാത്രമാണ്. ഏകദേശം 20% വോട്ടിന്റെ വമ്പൻ ഇടിവ്. ഇത് തെളിയിക്കുന്നത് EVMലും വോട്ടർ പട്ടികയിലും BJP ഇക്കാലം അത്രയും നടത്തി വന്ന കൃത്രിമത്വങ്ങൾ ഇക്കൊല്ലം നടന്നില്ല എന്നതാണോ? EVMൽ കൃത്രിമത്വം കാട്ടി ജനവിധി അട്ടിമറിക്കാമെന്ന് കരുതിയ BJPക്ക് ഇത്തവണ നഗരപ്രദേശങ്ങളിൽ പോലും കാലിടറിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി K. ചന്ദ്രശേഖര റാവുവിന്റെ BRSനും ഈ തിരഞ്ഞെടുപ്പ് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കറുത്ത ഏടാണ്. വോട്ട് വിഹിതത്തിൽ കോൺഗ്രസുമായി 11% വമ്പൻ വ്യത്യാസമാണ് BRSന് ഈ തിരഞ്ഞെടുപ്പിലുള്ളത്. 2023 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് വെറും 2% മാത്രമായിരുന്നു. BJPയിലേക്ക് നേരത്തെ ചോർന്നു പോയ അവരുടെ വോട്ടുകൾ തിരിച്ചെത്തിയെങ്കിലും കോൺഗ്രസിന്റെ ജനപ്രീതിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ലെന്നാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. ദേശീയ തലത്തിൽ EVMകളെ ചൊല്ലിയുള്ള വിവാദം പുകയുന്നതിനിടെ ബാലറ്റ് പേപ്പറിൽ നടന്ന ഈ തിരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷ സഖ്യത്തിന് നൽകുന്ന ആവേശം ചെറുതൊന്നുമല്ല. ഒരർത്ഥത്തിൽ EVMനെതിരെ പ്രതിപക്ഷ സഖ്യമുയർത്തുന്ന ആരോപണങ്ങളെ ശരിവെക്കുന്ന ഫലം കൂടിയാണിത്. BJPക്കെതിരായ ഓരോ വിജയവും ഇന്ത്യ സഖ്യത്തിന് പകരുന്ന ശക്തിയും ചെറുതല്ല. പക്ഷേ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുമ്പോൾ മാത്രമേ BJP തോൽക്കുന്നുള്ളൂ എന്നത് ഗൗരവകരമായ പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്.